ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് രണ്ടാളുകൾ ഒരിക്കൽ കടന്നു വന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയുമുണ്ട്. ആ രണ്ടാളുകളും ആ കുട്ടിക്ക് വേണ്ടി തർക്കിക്കുകയാണ്. രണ്ടുപേരും പറയുന്നു, ഈ കുട്ടി ഞങ്ങളുടേതാണ്, എന്റേതാണെന്ന് ഓരോരുത്തരും വാദിക്കുകയാണ്. കുട്ടി ഒരാളുടെ ആകാനേ സാധ്യതയുള്ളൂ. പക്ഷെ രണ്ടുപേരും പറയുന്നു, എന്റെ കുട്ടിയാണ്, എനിക്ക് കിട്ടണമെന്ന് രണ്ടുപേരും അവകാശപ്പെടുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആകെ അങ്കലാപ്പില, എന്ത് ചെയ്യും? രണ്ടുപേരും ആവശ്യപ്പെടാൻ കുട്ടിയെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ കുട്ടിയുടെ ഉമ്മയെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഉമ്മ ഏതായാലും മാറിപ്പോവില്ല, പ്രസവിച്ച ആൾ ഉമ്മയാണ്. ഉമ്മാനെ വിളിപ്പിക്കുമ്പോൾ ഉമ്മ അവർ അമുസ്ലിമായിരുന്ന സമയത്ത് നടന്ന വിവാഹത്തിലുണ്ടായ കുട്ടിയാണിത്. ഇസ്ലാമിന് മുമ്പ് ബഹുഭാര്യത്വം പോലെ തന്നെ ബഹുഭർത്തൃത്വവും നിലനിന്നിരുന്നു. ഒരു പെണ്ണിനെ രണ്ടുപേരും ഒരേ സമയത്ത് കല്യാണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന കല്യാണവും അതിലുണ്ടായ കുട്ടിയാണ്. ഇപ്പോൾ ഈ പെണ്ണ് മുസ്ലിമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് ചോദിച്ചു, ബില്ലദി ഹദാകിൽ ഇസ്ലാം, നിന്നെ ഇസ്ലാമിലേക്ക് സന്മാർഗത്തിലാക്കിയ പടച്ചോനെ മുൻനിർത്തി ചോദിക്കുകയാണ്, ഈ കുട്ടിയുടെ വാപ്പ ആരാണ് ശരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ലാ ബില്ലദി ഹദാനിൽ ഇസ്ലാം ലാ അദ്രി, എന്നെ ഇസ്ലാമിലേക്ക് സന്മാർഗത്തിലാക്കിയ പടച്ചോനാണോ സത്യം, എനിക്കറിയില്ല വാപ്പ ആരാന്നറിയില്ല. വഹാദാ ജാഅനി അവ്വലൽ ലൈലി, ഒരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇയാൾ എൻ്റെ അടുക്കൽ രാത്രിയുടെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. വഹാദാ ജാഅനി ആഖിറൽ ലൈലി, ഇയാൾ രാത്രിയുടെ അവസാനവും വന്നിട്ടുണ്ട്. രണ്ടുപേരും വന്നിട്ടുണ്ട്, പക്ഷെ വാപ്പ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു പ്രതിസന്ധിയിലായി. ഉമ്മയ്ക്കും അറിയില്ല, കുട്ടിയുടെ വാപ്പ ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു നിലത്ത് കുറച്ച് മണലിങ്ങനെ നിരത്തിയിട്ടു. കൈകൊണ്ട് മണല് നിരപ്പാക്കിയിട്ട് ഈ വന്ന രണ്ടുപേരോടും ഈ മണലിൽ ചവിട്ടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവരുടെ ചവിട്ടടി കാൽപാദം ആ മണ്ണിൽ പതിഞ്ഞു. ഈ കുട്ടിയോടും ആ മണലിൽ ചവിട്ടാൻ വേണ്ടി പറഞ്ഞു. കുട്ടിയുടെ കാൽപാദവും മണലിൽ പതിഞ്ഞു. അതിനുശേഷം ഈ കുട്ടിയുടെ വാപ്പയാരെന്ന് തീരുമാനിക്കാൻ വേണ്ടി, അന്ന് DNA ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ, അന്ന് കുട്ടിയുടെ പിതൃത്വം തീരുമാനിക്കുന്നത് നോട്ടക്കാരെ വിളിച്ചു നോക്കിച്ചിട്ടാണ്. അതിന് ഖയാഫ എന്നാണ് പറയുക. കാൽപ്പാട് നോക്കിയിട്ട് കുട്ടിയുടെ വാപ്പയെ തീരുമാനിക്കുന്ന രീതിയുണ്ട്. അതറിയാവുന്ന ആളുകൾ അന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള 4 ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ നോട്ടത്തിലൂടെ കുട്ടിയുടെ വാപ്പയെ തിരിച്ചറിയാൻ കഴിയുന്ന 4 ആളുകളെ വിളിച്ചു. ഈ 4 ആളുകളെ വിളിച്ച കാര്യം പരസ്പരം ഇവരെ അറിയിച്ചിട്ടില്ല. ഒരാളെ വിളിച്ച കാര്യം മറ്റേയാൾക്ക് അറിയില്ല. 4 സമയത്തായിട്ടാണ് വിളിക്കുന്നത്. കാര്യമൊന്നും ഇവരോട് പറഞ്ഞതുമില്ല. അങ്ങനെ ആദ്യത്തെ നോട്ടക്കാരൻ വന്ന് അയാളോട് പറഞ്ഞു, ഈ മണലിലെ കാൽപ്പാട് നോക്കിയിട്ട് ഈ കുട്ടിയുടെ കാൽപ്പാടിനോട് ഇവരിൽ രണ്ടുപേരുടെ ആരുടെ കാൽപ്പാടിനാണ് സാദൃശ്യമുള്ളതെന്ന് പറയണം. ആദ്യത്തെ ആൾ നോക്കിയിട്ട് പറഞ്ഞു, കുട്ടിയുടെ കാൽപാദത്തിനോട് രണ്ടുപേരുടെ കാൽപാദത്തിന് സാദൃശ്യമുണ്ട്. അപ്പോഴും പ്രശ്നമായി. അയാള് പോയി. രണ്ടാമത്തെ നോട്ടക്കാരൻ വന്നിട്ട് നോക്കിയിട്ടും ഇത് തന്നെ പറഞ്ഞു, കുട്ടിയുടെ കാൽപാദത്തിനോട് രണ്ടുപേരുടെയും സാദൃശ്യമുണ്ട്. മൂന്നാമത്തെ ആളും ഇത് പറഞ്ഞു. 4ാമത്തെ നോട്ടക്കാരനും ഇത് തന്നെ പറഞ്ഞു. അപ്പോഴും കുട്ടിയുടെ പിതൃത്വം തീരുമാനിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കുട്ടീനെ കൊണ്ടുപോക്കോ. രണ്ടുപേർക്കുമായിട്ട് ആ കുട്ടിയെ വിട്ടുകൊടുത്തു. വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന വികൃതമായ വിവാഹത്തിന്റെ അപകടമാണിത്. ഇസ്ലാമാണ് ഈ വിവാഹത്തെ ശുദ്ധീകരിച്ചത്. ബഹുഭർത്തൃത്വം നിരോധിച്ചു. ഒരേ സമയത്തിൽ ഒന്നിധികം ഭർത്താക്കന്മാർ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ, ഈ നിക്കാഹിനെ ശുദ്ധീകരിച്ചത് ഇസ്ലാമാണ്. അതിനു മുമ്പുണ്ടായ പ്രശ്നങ്ങളാണിതൊക്കെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കുട്ടിയെ കൊണ്ടുപോക്കോ. അപ്പോ അനന്തരാവകാശത്തിന്റെ പ്രശ്നമുണ്ട് അവിടെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ സ്വത്തിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വാപ്പ എന്ന നിലയ്ക്ക് അവകാശം കിട്ടും. നിങ്ങളിൽ ആര് മരിച്ചാലും ഈ കുട്ടിക്ക് മകൻ എന്ന നിലയ്ക്കുള്ള അവകാശവും കിട്ടുമെന്ന് പറഞ്ഞു. അനന്തരാവകാശം ദിശയിൽ അങ്ങനെ തീരുമാനമുണ്ടാക്കി കൊടുത്തു. ഇതുപോലെ സമാനമായ ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. ഈ സെയ്ദ് റളിയല്ലാഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. നബിയുടെ വളർത്തുപുത്രനാണ്. പക്ഷെ സെയ്ദ് റളിയല്ലാഹു അൻഹു വാപ്പ നല്ല വെളുത്തിയാളാണ്, മകൻ നന്നായിട്ട് കറുത്തിയാളുമാണ്. അപ്പൊ പലർക്കും സംശയം ഉണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ ഈ വാപ്പ തന്നെയാണോ ഈ കുട്ടിയുടെ വാപ്പാന്ന് സംശയം ഉണ്ടായിരുന്നു. നബിക്കും ഇങ്ങനൊരു സംശയമുണ്ട്. കാരണം ഒരാൾ നന്നായിട്ട് കറുത്ത്, വാപ്പ നന്നായി വെളുത്തത്, മകൻ നന്നായി കറുത്തിയാളുമാണ്. ഒരിക്കൽ ഈ വാപ്പയും മകനും കൂടി ഇങ്ങനെ പുതച്ചു മൂടി കിടക്കുകയാണ്. തല ഉൾപ്പെടെ മൂടിയിട്ടുണ്ട്. കാൽപാദം മാത്രം കാണാവുന്ന അവസ്ഥയിൽ മൂടി കിടക്കുന്ന സമയത്ത് ബനു മുദലിജ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്നു. അയാൾ ഈ നോട്ടം അറിയാവുന്നയാളാണ്.
കാൽപാദം കണ്ടാൽ വാപ്പ മകനെ തിരിച്ചറിയാവുന്ന ആളാണ് ഈ മനുഷ്യൻ. ഇയാൾ വന്നിട്ട് ഈ കാൽപാദം കണ്ടിട്ട് പറഞ്ഞു, ഇതൊരു വാപ്പയുടെയും മകന്റെയും കാൽപാദമാണ് എന്ന് പറഞ്ഞു. ഇതൊരു വാപ്പയും മോനാണേ കിടക്കുന്നതെന്ന് കാൽപാദം കണ്ടിട്ട് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമായി, ആ സംശയം തീർന്നു കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ പിതൃത്വം സ്ഥിരീകരിക്കുന്ന രീതിയാണ് ആദ്യകാലത്ത് DNA ഇല്ലാതിരുന്ന കാലത്തെല്ലാം സ്വീകരിച്ചിരുന്നത്. സമാനമായ ധാരാളം സംഭവങ്ങൾ. അലി റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗവർണറായിട്ട് വിട്ടു. അവിടെ അലി റളിയല്ലാഹു അൻഹു നടത്തിയൊരു വിധിയെക്കുറിച്ച് നബിയോട് വന്ന ഒരാൾ പറയുന്നുണ്ട്. 3 പേര് വന്നിട്ട് ഒരു കുട്ടിയുടെ അവകാശവാദം ഉന്നയിക്കുകയാണ്, ഞങ്ങളുടെ കുട്ടിയാണെന്ന് 3 പേര്. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു 3 പേരോടും വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. 3 പേര് ഉറച്ചു നിന്നു, ഇല്ല വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല, കുട്ടിയെ എനിക്ക് വേണം, ഞാനാണ് വാപ്പ. 3 പേരും ബാധിക്കുക. ഉമ്മയെ വിളിച്ചു ചോദിച്ചു, ഉമ്മയ്ക്കും അറിയില്ല. ഉമ്മ പറഞ്ഞു എനിക്കും അറിയില്ല എന്നാ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നറുക്കിട്ടു, അല്ല അലി റളിയല്ലാഹു അൻഹു നറുക്കിട്ടു. നറുക്കിട്ട് കിട്ടിയ ആൾക്ക് കുട്ടിയെ കൊടുത്തിട്ട് പറഞ്ഞു, നീയാണ് വാപ്പ എന്ന് പറഞ്ഞു വിട്ടു. എന്തൊരു കാര്യം കൂടിയും പറഞ്ഞു, ഈ കുട്ടിയുടെ ബ്ലഡ് മണി നിശ്ചയിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട നഷ്ടപരിഹാരം നിശ്ചയിച്ചിട്ട് അതിന്റെ 2/3 നീ ഇവർക്ക് 2 പേർക്കായിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് വിടുകയും ചെയ്തു എന്ന് നബിയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സമ, നബി പുഞ്ചിരിച്ചു എന്ന് മാത്രമല്ല ആ ചിരി കുറച്ച് കൂടിപ്പോയിന്ന, നബിയുടെ അണപ്പല്ല് വരെ കാണുന്ന രീതിയിൽ നബി ചിരിച്ചു പോയിന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ വിധി പ്രസ്താവം കേട്ടിട്ട്. അതൊക്കെ നടക്കുള്ളൂ അന്നത്തെ കാലത്ത്. ഇസ്ലാമിക വിവാഹത്തെ ശുദ്ധീകരിച്ച് ഇന്നത്തെ രൂപത്തിലാക്കിയത്. ഇന്ന് അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.